ഇന്ന് ചെറിയൊരു പണിയിലാണ്. അതായത് ഇന്ത്യയിലുടനീളം നമ്മുടെ ഈ ഒരു കുട്ടിപ്പട്ടാളത്തെ എത്തിക്കാനുള്ള തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ. നല്ല അടിപൊളി ചെറുതേനീച്ച കോളനികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ച ദിവസവും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, പൂനെ ഈ 3 സ്ഥലത്തേക്കാണ് പ്രധാനമായിട്ടും കൊറിയർ അയക്കാനുള്ളത്. പിന്നെ കേരളത്തിൽ 2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല ഔഷധങ്ങളിലൊന്നാണ് ചെറുതേന്. വളരെ പോഷകഗുണങ്ങൾ നിറഞ്ഞ ശുദ്ധമായ ചെറുതേന് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കണ്ടില്ലേ, ഈ അറകളിലാണ് അവർ തേൻ ശേഖരിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള തേൻ വെക്കാൻ തുടങ്ങിയ കോളനികളാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. നന്നായിട്ട് ഈച്ചയും നന്നായിട്ട് മുട്ടയുമുള്ള അടിപൊളി കോളനികളാണ്. അപ്പം ഇത് നമ്മൾ ഓരോന്നും അയക്കുന്നതിന് മുമ്പായിട്ട് ലൈവായിട്ട് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ കസ്റ്റമർ ഓക്കെ പറയുമ്പോഴാണ് നമ്മളത് അയച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കിട്ടും. പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് വഴിയാണ് വിടുക. അത് ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും. ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഡാമേജ് വരാത്ത രീതിയിൽ തെർമാക്കോളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊറിയർ അയക്കുക. ഏകദേശം 2ാമത്തെ ദിവസം അവരുടെ വീട്ടിലെത്തും സാധനം. കൊറിയർ ഓഫീസ് വഴി അയക്കുമ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കും. അപ്പോൾ പോയിട്ട് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കെട്ടി തൂക്കിയിട്ടാൽ മാത്രം മതി. ചെറുതേനായതുകൊണ്ട് പ്രത്യേകം പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇന്ന് അയക്കാനുള്ള കോളനികളുടെ ലിസ്റ്റാണ്, അയക്കേണ്ട ആളുകളുടെ ലിസ്റ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ കോളനികളാണ്, ഒരു ആവറേജ് കോളനികളാണ്. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വരുന്ന സീസണിൽ തേൻ കിട്ടുന്ന കോളനികളാണ്. അപ്പോൾ മുഴുവനും തേനൊക്കെ നിറഞ്ഞ കോളനികൾ ആളുകൾ ചോദിക്കും കൊറിയർ അയക്കാൻ. പക്ഷേ ഒരു കാരണവശാലും അത് കൊറിയർ അയക്കാൻ നമുക്ക് പറ്റില്ല. കാരണം തേന് ഡാമേജായി ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഇന്ന് നമ്മൾ പാക്ക് ചെയ്തു. ഇനിയിപ്പം മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് ഈ കോളനികളൊക്കെ വിവിധങ്ങളായ സ്ഥലത്തെത്തും. കോളനികൾ ആവശ്യമുള്ള ആളുകൾ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.